ഞാൻ ഹബീബ് റഹ്മാൻ അരീക്കോട്, ഒരു റിട്ടയർഡ് സർക്കാർ ഉദ്യോഗസ്ഥനാണ്. സൂപ്രണ്ടിംഗ് എഞ്ചിനീയറായിട്ട് PWD നിന്ന് റിട്ടയർ ചെയ്തതാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഈ ലോ കാർബ് ഹൈ ഫാറ്റിൻ്റെ ഒരു പ്രചാരകനാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഞാനൊരു പ്രമേയ രോഗിയായിരുന്നതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചപ്പോഴാണ് ഇങ്ങനെ ഭക്ഷണ രീതി കൂടെ ഈ രോഗം മാറ്റിയെടുക്കാൻ പറ്റുമെന്ന് മനസ്സിലാക്കി. അങ്ങനെ എൻ്റെ ജീവിതത്തിൽ അത് പകർത്തി. ഇന്നിപ്പോൾ ഞാൻ പ്രമേയ രോഗിയല്ല എന്ന് പറയാം. മരുന്നുകളൊന്നും കഴിക്കുന്നില്ല, ഷുഗറൊക്കെ നോർമലാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ പ്രചരിപ്പിക്കലാണ് ഇപ്പോൾ ഇതിൻ്റെ പ്രധാന ഉത്തരവാദിത്വം. എന്തൊക്കെ ഭക്ഷണങ്ങളാണ് കഴിക്കേണ്ടത്, എന്തൊക്കെ ഭക്ഷണങ്ങളാണ് ഒഴിവാക്കേണ്ടത്, ഇത് രണ്ടുമാണ് പ്രധാനമായിട്ട് ആൾക്കാർക്ക് അറിയേണ്ടത്. ഇതിൻ്റെ ശാസ്ത്രത്തിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ടി വരും. പലർക്കും അത് അത്രയൊന്നും ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. എല്ലാവർക്കും ഡയറക്റ്റ് ആയിട്ടുള്ളൊരു ഉത്തരവ് കിട്ടേണ്ടത്, ഞാൻ എന്താ കഴിക്കേണ്ടത്, എന്താണ് ഒഴിവാക്കേണ്ടത്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. പ്രധാനമായിട്ടും നിങ്ങൾ ഒഴിവാക്കേണ്ടത് ധാന്യങ്ങളും കിഴങ്ങുകളും പഞ്ചസാരയും പഴങ്ങളുമാണ്. ഈ 4 സാധനമാണ് ഭക്ഷണത്തിന് ഒഴിവാക്കേണ്ടത്. അതായത് കൂടുതൽ കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ അന്നജങ്ങളുള്ള വസ്തുക്കൾ, ഗ്ലൂക്കോസും ഫ്രക്ടോസൊക്കെ അടങ്ങിയിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ. നമ്മൾ കഴിക്കുന്ന അരി, ഗോതമ്പ്, അതേപോലെ ചോളം, ഓട്സ്, രാഗി തുടങ്ങിയിട്ടുള്ള എല്ലാവിധ ധാന്യങ്ങളും ഒഴിവാക്കണം ആദ്യമായിട്ട്. രണ്ടാമതായിട്ട് മധുരമുള്ള എല്ലാ പഴങ്ങളും ഒഴിവാക്കണം. ചക്ക, മാങ്ങ തുടങ്ങിയിട്ട് മധുരമുള്ള പഴങ്ങളെല്ലാം ഒഴിവാക്കണം. അത് മധുരമുള്ള പഴങ്ങൾ പച്ചക്കും തിന്നാൻ പാടില്ല. ചക്കയായാലും വാഴക്കയായാലും എന്തായാലും പച്ചക്കും കഴിക്കാൻ പാടില്ല. പിന്നെ മൂന്നാമതായിട്ട് കിഴങ്ങ് വർഗ്ഗങ്ങൾ, കപ്പ, ഉരുളക്കിഴങ്ങ്, മധുരക്കിഴങ്ങ്, ബീട്രൂട്ട് തുടങ്ങിയ എല്ലാ കിഴങ്ങ് വർഗ്ഗങ്ങളും. ഇതിലൊക്കെ ധാരാളം കാർബോഹൈഡ്രേറ്റ് ഉണ്ട്. അതേപോലെ തന്നെ സംശയമല്ല പഞ്ചസാരയും അതേപോലെ കോൺ സിറപ്പ്, ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പ്, ഇതെല്ലാം ഈ വസ്തുക്കൾ ഉപയോഗിച്ച് ഉണ്ടാക്കിയിട്ടുള്ള എല്ലാ ഭക്ഷണ പദാർത്ഥങ്ങളും ഒഴിവാക്കണം. പ്രധാനമായിട്ടും ഇപ്പം നമ്മൾ കഴിക്കുന്ന ചോറ്, ചപ്പാത്തി തുടങ്ങിയ സംഗതികൾ, ചായയിലൊക്കെ എടുക്കുന്ന പഞ്ചസാര, അതേമാതിരി ബേക്കറികളിൽ നിന്നൊക്കെ കിട്ടുന്ന ഭക്ഷണ വസ്തുക്കൾ, ഇതെല്ലാം തന്നെ ഒഴിവാക്കേണ്ടത്. അതേമാതിരി പ്രോസസ്ഡ് ഭക്ഷണങ്ങൾ, നമ്മൾ പാക്കിൽ വാങ്ങിക്കുന്ന സാധനങ്ങളൊക്കെ ഒഴിവാക്കണം. ശുദ്ധമായ ഭക്ഷണമാണ് കഴിക്കേണ്ടത്. ശുദ്ധമായ മാംസം, ശുദ്ധമായ കൊഴുപ്പ് എന്ന് പറഞ്ഞാൽ ബട്ടർ, വെളിച്ചെണ്ണ, ഒലീവ് ഓയിൽ, അതേമാതിരി നെയ്യ്, ഇതൊക്കെയാണ് കഴിക്കേണ്ടത്. മുട്ട, ഇറച്ചി, മാംസഭക്ഷണം എന്ന് പറയുമ്പോൾ ബീഫ്, മട്ടൺ തുടങ്ങിയ എല്ലാ മാംസങ്ങളും കഴിക്കാം. എക്സെപ്റ്റ് ബ്രോയിലർ ചിക്കൻ അല്ലാത്ത എല്ലാ മാംസങ്ങളും കഴിക്കാം. അതേമാതിരി മീൻ നല്ലതെല്ലാം കഴിക്കാം. ഫ്രഷ് ആയിട്ടുള്ള മീൻ കിട്ടിയെങ്കിൽ കഴിക്കാം. പിന്നെ കഴിക്കാൻ പറ്റുന്ന നട്ട്സാണ്, അണ്ടിപ്പരിപ്പ്, ബദാം, ആക്രോട്ട്, മല്ല നട്ട്സ്. പിന്നെ പച്ചക്കറികൾ കഴിക്കാം, ഇലക്കറികൾ കഴിക്കാം. പച്ചക്കറികളിൽ പയറുവർഗ്ഗങ്ങളും കിഴങ്ങ് വർഗ്ഗങ്ങളും അതേമാതിരി കടലവർഗ്ഗങ്ങളും, ഈ 3 ഒഴിവാക്കി ബാക്കി എല്ലാ പച്ചക്കറിയും കഴിക്കാം. പിന്നെ കഴിക്കാൻ പറ്റുന്നത് നട്ട്സാണ്. നട്ട്സിലും നമുക്ക് അണ്ടിപ്പരിപ്പ്, പിസ്ത തുടങ്ങിയവ കുറച്ച് ഗ്ലൂക്കോസ് കൂടുതലുള്ളതാണ്. അപ്പോൾ അതിൻ്റെ അളവൊന്ന് കുറച്ചിട്ട് പകരം ബദാം, ആക്രോട്ട് അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൂടുതൽ കഴിക്കാം. ഈ രീതിയിലൊന്ന് ഭക്ഷണ രീതി ഒന്ന് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് മരുന്നുകളൊന്നും ഇല്ലാതെ തന്നെ പ്രമേഹത്തിന് പൂർണ്ണമായിട്ടും സുഖപ്പെടുത്താൻ പറ്റും. ആകെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇൻസുലിൻ എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇൻസുലിൻ ഇഞ്ചക്ഷൻ നിർത്തിയിട്ട് വേണം ഡയറ്റ് തുടങ്ങാൻ. ഇല്ലെങ്കിൽ ഷുഗർ പെട്ടെന്ന് കുറഞ്ഞിട്ട് അപകടം ഉണ്ടാവും. ബാക്കി കാര്യങ്ങളിലൊന്നും പേടിക്കാനൊന്നുമില്ല. ഈ രീതിയിൽ ഭക്ഷണ രീതി തുടർന്നു കഴിഞ്ഞാൽ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ പ്രമേഹമൊക്കെ ഇല്ലാതെയായി പോകും.